ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഭാഗം വന്നപ്പോ മഹാനവറുകൾ അവിടെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം, അൽ ബാബു സാലിസ് ഫിൽ അസ്റാറിൽ അഖ്ലിയ്യത്തിൽ മുസ്തംബതത്തി മിൻ ഹാദിഹി സൂറ. സൂറത്തുൽ ഫാത്തിഹയിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയുന്ന ചില സിർറുകൾ, ചില രഹസ്യഭാഗങ്ങളുണ്ട്. ഫീഹി മസായിൽ, ഒരുപാട് മസ്അലകളുണ്ട് അതിൽ. അൽ ലതീഫത്തു സാനിയ, അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട മനോഹരമായ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ പറയുന്നു, ലമ്മാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് നടക്കേണമേ, നടത്തിത്തരയണമേ. ഒരു ദിവസം 17 ഫാത്തിഹ നിർബന്ധമായി ഓതുന്നവരാണ് മുസ്ലിമീങ്ങൾ. 17 ഫാത്തിഹ അല്ലെ, 17 റക്അത്തുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. അത് അല്ലാഹു മാത്രം പറഞ്ഞ് നിർത്തിയില്ല എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് സന്മാർഗം തരണേ എന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല, ثم لم يقتصر عليه بل قال صراط الذين أنعمت عليهم, സന്മാർഗം തരയണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം ഹാദാ യദുല്ലു, ഇത് മനസ്സിലാക്കി തരുന്നത് അലാ അന്നൽ മുരീദ ലാ സബീല ലഹ്, ആ മുരീദിന് തസ്കിയത്തിലേക്കും തർബിയത്തിലേക്കും വഴിയുള്ളത് ഒരു മുർഷിദിന്റെ, അള്ളാഹുലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു മുറബ്ബിയായ മനുഷ്യന്റെ, ഷെയ്ഖിന്റെ കയ്യാലയാണ് ഒരു മനുഷ്യന് അള്ളാഹുലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ സന്മാർഗമുണ്ട്, അത് വ്യക്തമാണ്. ആ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, നിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ മാർഗമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞതിന്റെ താല്പര്യം തർബിയത്തിന്റെ അഖിലുകാരുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് പോകാൻ അല്ലാഹു സൂചിപ്പിക്കുകയാണെന്ന് മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ പറയാം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി ഫഖീഹ് അൽ മുഹദ്ദിസ് ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി അൽ മക്കി, ലോക പ്രശസ്തനായ ശാഫിഈ മദ്ഹബിന്റെ ഇമാമുകളിൽ വളരെ പ്രഗൽഭനായും മഹാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവൽ ഹദീസിയ്യയിൽ വൽ ഹാസിൽ അന്നൽ ഔലാ ബിസ്സാലികി ഖബ്ല അൽ വുസൂൽ ഇലാ ഹാദിഹിൽ മആരിഫ് അൻ യകൂന മുജീമൻ ലിമാ യഅ്മുറുഹു ബിഹി ഉസ്താദുഹു അൽ ജാമി' ലിതറഫൈ ശരീഅത്തി വൽ ഹഖീഖ, ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും വഴികളിലേക്ക് തന്റെ ഗുരുനാഥനും മുറബ്ബിയുമായ ഉസ്താദ് എന്താണോ തന്നെ നിർദ്ദേശിക്കുന്നത് അത് വളരെ പരിപൂർണമായി മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുരീദിന്റെ നന്മയുടെ മാർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആര് പറയുന്നു? അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ. ഫഇന്നഹു ഹുവ തബീബുൽ അഅ്ലം, ഒരു ശൈഖാന മുറബ്ബിയാണ് ഏറ്റവും വലിയ ഡോക്ടർ. فبمقتضى معارفه الذوقية وحكمه الربانية يعطي كل بدن ونفس ما يراه هو اللائق بشفائها والمصلح لغذائها. ഓരോ രോഗിയുടെയും രോഗത്തിനനുസൃതമായ മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ തന്റെ ശിഷ്യഗണങ്ങളിൽ ഓരോരുത്തരുടെയും തർബിയത്തിന് ആവശ്യമായ ഏതെല്ലാം നിർദ്ദേശങ്ങൾ വേണമെന്ന് അറിയുകയും മനസ്സിലാക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവാണ്, ഡോക്ടറാണ് സത്യത്തിൽ മുറബ്ബിയായ ഒരു ശൈഖ് എന്ന മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. ആ ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് വഴികൾ എളുപ്പമാക്കി തരട്ടെ. ഇനിയും അത് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്. പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ വളരെ നന്നായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്, നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചു തരുന്ന, കൊണ്ടുതരുന്ന ഈ ലോകത്തിന്റെ സർവമാന പരിമള, ഈ ലോകത്തിന്റെ വഞ്ചനയിൽ നിന്ന്, ഖുറൂറിൽ നിന്ന്, ഐഹികമായ വിഷയങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ ഈമാനിന്റെയും റൂഹാനിയത്തിന്റെയും ആത്മീയതയുടെയും വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈഖ് ഉണ്ടാകും. നമുക്കറിയില്ല, ചിലപ്പോ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്നാണ് ഇതിന്റെ പ്രബലമായ അഭിപ്രായം. ലോകത്തതും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഫഹുവ മഹ്റൂം, അത് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിൽ നിന്ന് അറ്റുപോയവരാണെന്ന് ഇവിടെ പറയും. അങ്ങനെയല്ല, ചിലരുണ്ടാകും, നമ്മുടെ നാട്ടിൽ കാണും, നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല, തൊട്ടടുത്ത നാട്ടിൽ കാണും. എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ മുൻഗാമികളായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറ, മഹാനവറുകളുടെയൊക്കെ ആ ഒരു തർബിയത്തിന്റെ രീതിയിലേക്ക് ഒരു പക്ഷേ നമുക്ക് എത്താൻ അത്രത്തോളം കണിശതയുള്ള വലിയ വലിയ ആലിമീങ്ങളെ, മുറബ്ബിമാരെ ചിലപ്പോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും. എന്നാലും മുറബ്ബികളായ ആളുകൾ ലോകത്തുണ്ട്. മഹാനായ ഷെയ്ഖ് അൽ മർഹൂം അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ കിതാബുണ്ട് റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മഹാനായ മുറബ്ബിയായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറ, ആ മഹാനവറുകളെയൊക്കെ വളരെ മോശപ്പെടുത്തി സംസാരിക്കുകയും ഈ പറയുന്ന റിജാലുൽ ഫിക്രി വദ്ദഅവ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദ്വി സാഹിബ് പറയാൻ പോകുന്ന വിഷയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ശംസുൽ ഉലമ അവറുകൾ മഹാനവറുകളുടെ കൂടെ ഇരുന്നു എന്നതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട സമസ്തയെ പുലർത്തിയത്. അല്ലെ, സങ്കടകരമായ വിഷയമാണ്.
ഒരു വഹാബിയുടെ കൂടെ ശംസുൽ ഉലമ ഇരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഭാരത മുസ്ലിമീങ്ങളുടെ ഒരു പൊതുവിഷയത്തിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനായിരുന്ന മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ കൂടെ കോഴിക്കോട് സ്റ്റേജ് പങ്കിട്ടു. ആരുടെ? കാഫറിന്റെ കൂടെ അല്ല, മനസ്സിലാക്കണം. ആ മഹാൻ വഹാബിയാണ് അല്ലെങ്കിൽ പുത്തനാശയക്കാരനാണ് എന്ന് പറഞ്ഞ് അഹ്ലുസുന്നയുടെ ആശയങ്ങളൊന്നും ശംസുൽ ഉലമയുടെ കൂടെയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ പിളർത്തിയത് എന്ന് മനസ്സിലാക്കാൻ നദ്വി സാഹിബിന്റെ അഭിപ്രായങ്ങൾ എന്താണ്. നദ്വി സാഹിബിന്റെ ഗ്രന്ഥം ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് റിജാലുദ് ദഅവ. അറബികൾ പോലും ഇപ്പോഴും ആസ്വദിച്ചു ഓതുന്ന കിതാബാണത്. റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം. മഹാനായ അബുൽ ഹസൻ നദ്വി സാഹിബ് പറയാം, അന്ന ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ ഫതഹ ബാബൽ ബൈഅത്തി വത്തൗബ അലാ മിസ്റാഇ, തൗബയുടെയും അതുപോലെ തന്നെ ബൈഅത്തിന്റെയും ബാബ്, അതിന്റെ കവാടം, അതിന്റെ രണ്ട് പൊളികളും തുറന്നു വെച്ചു കൊടുത്ത മഹാനാണ്. ആര്? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. യദ്ഖുലു ഫീഹിൽ മുസ്ലിമൂന മിൻ കുല്ലി നാഹിയ മിൻ നവാഹിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തുനിന്ന് മുസ്ലിമീങ്ങളെല്ലാം രാജ്യങ്ങൾക്കതീതമായി പ്രദേശങ്ങൾക്കതീതമായി മഹാനായ അൽ ആലിം റബ്ബാനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ തുറന്നു വെച്ച ബൈഅത്തിന്റെയും തർബിയത്തിന്റെയും വാതിലിലൂടെ ലോക മുസ്ലിമീങ്ങളാണ് കടന്നു ചെന്നത്. മിൻ കുല്ലിന യുജദ്ദിദൂനൽ അഹദ വൽ മീസാഖ മഅല്ലാഹ്, അല്ലാഹുമായുള്ള മുഅ്മിനീങ്ങളുടെ അഹദും മീസാഖും, റബ്ബുമായുള്ള കരാറുണ്ട്, അല്ലാഹുമായുള്ള ഉടമ്പടിയുണ്ട്. അതിനെ തജ്ദീദ് ചെയ്യാൻ, അത് പുതുക്കാൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വാതിലിലൂടെ ആയിരങ്ങളാണ് കടന്നു ചെന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിലേക്ക്. യുആഹിദൂന അലാ അല്ലാ യുശ്രികു വലാ യക്ഫുറു, ശിർക്ക് ചെയ്യുകയില്ലെന്നും കുഫറിലേക്ക് പോവുകയില്ലെന്നും വലാ യഫ്സുഖു, ഫിസ്ഖിലേക്ക് പോവുകയില്ലെന്നും വലാ യബ്തദിഉ, മുബ്തദിഉകളാവുകയില്ലെന്നും വലാ യദ്ലിമു, അക്രമം ചെയ്യുകയില്ലെന്നും വലാ യസ്തഹില്ലു മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ഒരിക്കലും ഹലാലാണെന്ന് പറയുകയില്ലെന്നും വലാ യത്റുകു മാ ഫറദല്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും വലാ യതഫാനു ഫിദ്ദുനിയ, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയില്ലെന്നും വലായതനാസവുൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയം മറക്കുകയില്ലെന്നും മഹാനവരുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളാണ് കടന്നു വന്നത്. വഖദ് ദഖല ഫീ ഹാദൽ ബാബ്, ആ കവാടം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖ് അവர்கள் തുറന്നു വെച്ചപ്പോ അതിലൂടെ കടന്നു ചെന്നു ഖൽഖുൻ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ്, എത്ര ആളുകളാണ് മഹാനവറുകളെ കൊണ്ട് ബൈഅത്ത് ചെയ്തത് എന്നതിന്റെ കണക്ക് അല്ലാഹുക്കല്ലാതെ അറിയില്ല. ആര് പറയാ? ഈ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അന്നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ത്വരീഖത്തുള്ള ആളാണ്. ത്വരീഖത്തിനെ അംഗീകരിക്കുകയും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ലോകത്തിന് ചെയ്ത സേവനം പറഞ്ഞു കൊടുക്കാൻ. ഖൽഖുൻ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ് വസലഹത് അഹ്വാലുഹും, അവരൊക്കെ നന്നാവുകയാണ് ഉണ്ടായത്, തർബിയത്ത് കിട്ടി. വഹസുന ഇസ്ലാമുഹും, അവരുടെ ഇസ്ലാം നന്നായി. വദല്ല ശൈഖ് യുറബ്ബീഹിം വയുഹാസിബുഹും, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ യുറബ്ബീഹിം, തർബിയത്ത് ചെയ്യുകയും വയുഹാസിബുഹും, അവരെ ഓരോരുത്തരെയും കണിശമായി വിചാരണ ചെയ്ത് നന്മയിലേക്ക് കൊണ്ടുവരികയും വയുശ്രിഫു അലൈഹിം, അവരുടെ കാര്യം നോക്കുകയും വഅലാ തഖദ്ദുമിഹിം, അവരുടെ പുരോഗതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഫഅസ്ബഹ ഹഉലാഇ തലാമീദ്, ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു? അവരായി അത്തലാമീദ് അർറൂഹിയ്യൂൻ, അവർ ആത്മീയ ജ്ഞാനം ലഭിച്ച പണ്ഡിതന്മാരായി മാറി. യശ്ഉറൂന ബിൽ മസ്ഊലിയ്യ ബഅദൽ ബൈഅത്തി വത്തൗബ വതജ്ദീദിൽ ഈമാൻ, ഈമാൻ പുതുക്കുകയും തൗബ ചെയ്യുകയും ബൈഅത്ത് ചെയ്തതിന്റെയും ശേഷം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ആത്മീയ ഗുരുക്കന്മാരായി മാറിയവരാണ് ഈ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര മുസ്ലിമീങ്ങൾ. അവർക്കൊക്കെ ഈ തർബിയത്ത് കിട്ടിയത്, ബൈഅത്ത് ചെയ്തത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത് പറഞ്ഞ മഹാനയാണ്, വഹാബിയുടെ കൂടെയാണ്, വഹാബിയാണ് അല്ലെങ്കിൽ പുത്തനാശയക്കാരനാണെന്ന് അബുൽ ഹസൻ അൽ ഹസനി അന്നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൻ നദ്വയിൽ വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കെ റമളാനിന്റെ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് ഖിറാഅത്ത് ഖുർആൻ അൽ കഹ്ഫ് ഓതുന്നതിനിടയിൽ ജുമുഅക്ക് തൊട്ടുമ്പ് വഫാത്തായ മഹാനാണ് മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി, ലഖ്നൗകാരനായിരുന്ന മഹാനായ നദ്വി സാഹിബ് അവറുകൾ. അലീമിയാൻ എന്നൊക്കെ പറയുന്ന ഈ മഹാനുഭാവൻ ഇവരൊന്നും ഒന്നും കാണാത്തതൊന്നും പറയില്ല. അപ്പോ സംഗതി എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണ്, ഇതൊന്നും നോക്കാതെ ആരോപണങ്ങൾ അഴിച്ചുവിടുകയും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളുകൾ, ഒന്ന് മഹാനായ അബുൽ ഹസൻ അലി നദ്വി തങ്ങളുടെ ഖബറിൽ പോയി എന്ന് മാപ്പ് പറഞ്ഞോളൂ. ഒന്ന്, രണ്ട്, മഹാനായ ശംസുൽ ഉലമയുടെ അരികത്ത് ചെന്ന് മാപ്പ് പറഞ്ഞോളൂ. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അത്രയും ഗുരുതരമായ ഒരു വിഷയമാണ് ഈ മഹാനവരെ സംബന്ധിച്ച് ആരോപിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ തർബിയത്ത് ചെയ്തവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ
മനസ്സു നോക്കിയവർക്ക് വേണ്ട ഷിഫാഇന്റെ മാർഗമെന്തോ അത് നിർദ്ദേശിച്ചു കൊടുത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യം ലോക മുസ്ലിമീങ്ങൾ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ, ആ ത്വരീഖത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണല്ലോ എന്ന് വിചാരിച്ച് വഞ്ചിതനാവല്ലേ. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ, കാരണം അലൈക ബിത്വരീഖിൽ ഹഖ്, സത്യത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്ന ഫളീൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ആധുനികനായ ആലിമാണ്. നമ്മുടെ പുത്തനാശയക്കാരായ ആളുകളൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ എടുത്തു പറയുന്ന ആലിമാൻ ശിഹാബുദ്ദീൻ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. സ്വന്തം ഗുരുനാഥനെ പറ്റിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ പറ്റിയ പിഴവുകളെ തിരുത്തി കൊടുത്ത ആലിമാൻ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ആധുനികനാണ്. എനിക്ക് തോന്നുന്നു ഹിജ്റ 750കളിൽ വഫാത്തായ 750കൾ, ഉദ്ദേശം ഒരു 600 മറ്റോ കൊല്ലങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. അത്രയും അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ മുതഅഖിരീങ്ങളിൽപ്പെട്ട ആലിമാൻ എന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആലിം കൂടിയാണ് ഇബ്നുൽ ഖയ്യിം എന്നവർ. ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ, മഹാനവറുകൾ പറയുകയാണ്, അവരുടെ കിതാബുണ്ട് അൽ വാബിലുസ് സ്വബി മിനൽ കലിമി ത്വയ്യിബ് എന്ന് പറഞ്ഞ കിതാബ്. ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ ഫൽയൻദുർ ഹൽ ഹുവ മിൻ അഹ്ലി الذിക്ർ ഔ മിനൽ ഗാഫിലീൻ. ഇബ്നുൽ ഖയ്യിം തങ്ങളവറുകൾ ഓതിപ്പടിച്ചത് ഇബ്നു തൈമിയ്യയിൽ നിന്നാണ്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാൻ ഞാനിത് ഉദ്ധരിക്കുന്നത് ഇത്തരം ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ദീനിൽ വന്ന ദഖീലാണ്. ഇതൊക്കെ ഇസ്ലാമിക ഇപ്പൊ കടന്നു വന്നതാ, ഇല്ലാത്തതാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കാനും, അവരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വലിയ ആലിമിന്റെ, ആ ആലിമിന് വലിയൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. പക്ഷെ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമ, അവരുടെ മാലിക്കി മദ്ഹബാണ്. ഒരുപക്ഷെ ചില അഭിപ്രായങ്ങളൊക്കെ ഷാഫിഈ മദ്ഹബുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അവരുടെ മദ്ഹബ് വേറെയാണ്, മാലിക്കി മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബുകാരനാണ് ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ തങ്ങൾ. അതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ കാണും അഭിപ്രായ വിഷയങ്ങൾ. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമാണ്. ബിദ്അത്തിനെ എതിർക്കുകയും തളച്ചു കെട്ടുകയും ചെയ്ത ആളാണ്. സ്വന്തം ഗുരുനാഥനെ പോലും തിരുത്തി കൊടുത്ത ആളാണ് ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ. അവര് പറയാ ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ ഫൽയൻദുർ ഹൽ ഹുവ മിൻ അഹ്ലി الذിക്രി ഔ മിനൽ ഗാഫിലീൻ. ഒരു ശൈഖിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരാൾ ആലോചിക്കേണ്ടത് തന്റെ ശൈഖ് ദിക്റിന്റെയും സ്വലാഹിന്റെയും നന്മയുടെയും ആളാണോ, ആള് സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടമാണോ നോക്കുന്നത്, അതല്ല അള്ളാഹുവിന്റെ ഇഷ്ടമാണോ. ഹലിൽ ഹാകിമു അലൈഹിൽ ഹവ അവിൽ വഹ്യു എന്ന് നോക്കണം. ഫഇൻ കാനൽ ഹാകിമു അലൈഹി ഹുവൽ ഹവ, സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം നോക്കി ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ സ്വന്തം മുരീദന്മാരിൽ നിന്ന് പൈസ സ്വീകരിച്ച് ആർഭാടത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശൈഖാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ഗഫ്ല കാന അംറുഹു ഫുർതാ, അത്തരം ആളുകളെ നിങ്ങൾ സ്വീകരിക്കല്ലേ. കാരണം എല്ലാറ്റിലും മായം വന്ന പോലെ ഈ വിഷയത്തിലും മായം വന്ന കാലമാണ്. ശൈഖന്മാരായ ആളുകൾ, ത്വരീഖത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളിൽ നന്മയുടെ ആളുകളുണ്ട്, സജ്ജനങ്ങളായ ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. സ്വന്തം ശൈഖിലും തന്റെ ഖുദ്വയായ മാതൃകയായ തന്റെ ഗുരുനാഥനിൽ നോക്കണം, ഈ നന്മകളുണ്ടോ. ഇങ്ങനെ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന, പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ അകന്നു നിൽക്കണം, ചെന്നു പോകരുത്. എപ്പോൾ ചെന്നാലും അള്ളാഹുവിന്റെ ദിക്റിനെ സംബന്ധിച്ചേ പറയൂ. ദിക്റാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളാണ്. മൻ തുദക്കിറുക്കും ബില്ലാഹി റുയതുഹു, ചില ആളുകളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കാണുമ്പോഴേക്കും അള്ളാഹുവിനെ ഓർമ്മ വരും. അതാണ് ഒരു മുറബ്ബിയായ ശൈഖിന്റെ പ്രത്യേകത. അവരുടെ സംസാരം അള്ളാഹുവിനെ കുറിച്ചാണ്. അവിടെ ദിക്റായിരിക്കും നടക്കുക, അവിടെ സ്വലാത്തായിരിക്കും നടക്കുന്നത്, അവിടെ നസീഹത്തായിരിക്കും നടക്കുക. ദുനിയാവിന്റെ വിഷയം പറയൂല. അങ്ങനെയാണ് നിങ്ങളുടെ ശൈഖെങ്കിൽ وإن وجده ممن غلب عليه ذكر الله واتباع السنة وأمره غير مفروط عليه فهو حازم بل هو حازم في أمره فليستمسك بغرزه. ആ ശൈഖിന്റെ കൈപിടിക്കണം, മുറുകെ പിടിക്കണം. അത്തരം ആളുകളുടെ കൈപിടിച്ച് വിജയിക്കാൻ കഴിയൂ എന്ന് ഇബ്നുൽ ഖയ്യിം അവറുകൾ വാബിലുസ് സ്വബിയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 53-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് ആധുനികനായ ആലിമാണ്. അപ്പോ ഈ ഒരു ദീനിന്റെ ശാഖയെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്ത ഒരു അവസ്ഥയുള്ള കാലമാണത്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ അവർ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശദമായ ഖൗലുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിന്റെ ആലിമാണ്. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന സ്വാഹിബുൽ മുസ്നദ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുസ്നദ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് റിവായത്തുകളിലൂടെ ആയിരക്കണക്കിന് ഹദീസുകൾ നിരത്തി വെച്ച മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ വലിയ ആലിമാണ്, മുത്തഖിയാണ്, തഖിയ്യുൻ വരിഉൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. എന്നിട്ട് ഫഖീഹായ ആലിമായ മുജ്തഹിദായ
മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, വഅ്തിറാഫുൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ലിഅബി ഹംസത്തുൽ ബഗ്ദാദി ബിൽ ഫദ്ൽ അലൈഹി. ബഹുമാനപ്പെട്ടവർ പറയും, എനിക്ക് കിട്ടിയ തർബിയത്ത്, ഞാൻ നന്നാവാൻ കാരണം ഞാൻ പഠിച്ച ഹദീസുകൾ മാത്രമല്ല, എന്റെ ഷെയ്ഖ് അബൂ ഹംസത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ നൂറ് കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ് എന്റെ മാർഗം ശരിയായതെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുന അഹ്മദ് ഇബ്നു സരീജ് റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഫഖീഹാൻ, ഇമാമാൻ, വലിയ ആലിമാൻ. ബഹുമാനപ്പെട്ടവർ പറയും, എന്റെ ഇൽമു കൊണ്ടല്ല, എനിക്ക് അല്ലാഹു തആല തർബിയത്ത് തന്നത് ബിഅബിൽ ഖാസിം അൽ ജുനൈദ്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലൂടെയാണ്. ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റഗ്മ കൗനിഹി ഹുജ്ജത്തൻ ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവാണ്, ഇസ്ലാമിന്റെ ഹുജ്ജയാണ് എന്ന് പറഞ്ഞ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ശൈഖ് ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാഹ് സുൽത്താനുൽ ഉലമ എന്നറിയപ്പെട്ട ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി, സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട മഹാനാണ് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം. എന്നിട്ട് ആ മഹാനവറുകൾക്ക് മുറബ്ബിയായ ഒരു ശൈഖ് ഉണ്ടായിരുന്നെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം ഇമാമുന ഗസാലി തങ്ങളും മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളും രണ്ടുപേരും മുമ്പ് പറയുമായിരുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമില ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ, ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരാണ്, ഗസാലി ഇമാമല്ല. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമിൽ, പരിപൂർണമായ ഇസ്ലാം എനിക്ക് മനസ്സിലായത് ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു വഅർളാഹ്. മഹാനായ ശൈഖ്, മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായി ഞാൻ കൂടിയതിന്റെ ശേഷമാണ് ഇസ്ലാം പരിപൂർണമായി എന്ന് എനിക്ക് മനസ്സിലായതെന്ന് ആര്? സുൽത്താനുൽ ഉലമ. ഇന്ന് പേരുന്ന പോലെയല്ല ആ പേരുകൾ. വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവെന്ന നാമകരണം ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ കിട്ടണമെങ്കിൽ മഹാനവരുടെ ഫിഖ്ഹിലും തഫ്സീറിലും ഹദീസിലും ഉലൂമുദ്ദീനിലുമുള്ള ബഹുമാനപ്പെട്ടവരുടെ അവഗാഹം അത് ആഴത്തിലറിയുന്ന ആലിമീങ്ങൾ ഇട്ട പേരാണ് സുൽത്താനുൽ ഉലമ. ആ മഹാനവറുകൾ ഫിഖ്ഹിന്റെ മാർഗത്തിൽ കഴിഞ്ഞ ആളാണ്. എന്നിട്ട് മഹാനവർ പറയാണ്, എനിക്ക് അല്ലാഹു തആല ഇസ്ലാം മനസ്സിലാക്കി തന്നത് ത്വരീഖത്തിന്റെ ആളായിരുന്ന, ശൈഖായിരുന്ന, മുറബ്ബിയായിരുന്ന മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് ഇസ്ലാം പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല, കാന ഹാദാനി ശൈഖാൻ വഖദ് ഇഹ്താജ ഇല ശൈഖ് മഅ സഅതി ഇൽമിഹിമാ ബിശരീഅ. ശരീഅത്തിന്റെ ഇൽമ്, ഫിഖ്ഹിന്റെ ഇൽമ്, ഇൽമുൽ ഫറായിദ്, ഇൽമുൽ ഫുറൂദ് വസ്സുനൻ, ഇതൊക്കെ മനസ്സിലാക്കി ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരായിട്ട് കൂടി മുറബ്ബിയായ ഒരു ശൈഖ് ഇല്ലാത്തവർക്ക് ദീനിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നവരെ സമ്മതിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ മഹത്തുക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ്. ഒരു മുറബ്ബിയായ ഒരു ഡോക്ടർ തനിക്ക് ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ? വലിയ വലിയ ആലിമീങ്ങൾക്ക് ഇത് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി മഹാനവറുകൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലിക്കി മദ്ഹബുകാരനാണ്. ബഹുമാനപ്പെട്ടവർ മുസ്ലിഹുൽ ഉലമാഇ വൽ ഔലിയ, ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ഔലിയാഇനും അതുപോലെ തന്നെ ഫുഖഹാഇനും തിരുത്തി കൊടുക്കുന്ന ആളാണ്. കാരണം അഹ്മദ് സറൂഖ് തങ്ങൾ അവറുകൾ എടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹാനാണ്. അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനോട് പ്രത്യേകത, ഇൽമിന്റെ അഹ്ലുകാരിൽ ഫിഖ്ഹ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും, പക്ഷേ തസൗഫിന്റെ അഹ്ലുകാരിൽ തസൗഫ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും. തസൗഫും ഫിഖ്ഹും ഒരേപോലെ തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞ മഹാനാണ്. അവരുടെയൊക്കെ ശൈഖായിരുന്നു മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ അവരുടെ ഖവാഇദിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖി അഥം മിൻ അഖ്ദിഹി ദൂനഹും. ഫഖീഹാണ് അഹ്മദ് സറൂഖ് എന്നവര്, മുതസവ്വിഫാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇഹ്സാനിന്റെ ഇൽമിന്റെ ആളാണ്. മഹാനവറുകൾ പറയാണ്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖ്, മശായിഖന്മാരിൽ നിന്ന് അമൽ എടുക്കുക, അവര് ചൊല്ലിത്തരാൻ പറയുന്നു ചൊല്ലുക, അതിനൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കൊക്കെയുള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ വഴി വരുന്നുണ്ട്. അഖ്ദുൽ ഇൽമി വൽ അമൽ, അമലും ഇൽമും അനിൽ മശായിഖ്, മശായിഖന്മാരായ ആളുകളിൽ നിന്ന് എടുക്കലാണ്. അഥമ്മു മിൻ അഖ്ദിഹി ദൂനഹും, അവരല്ലാത്തവരിൽ നിന്ന് എടുക്കാതെ, ഞാൻ പഠിച്ചത് ഞാൻ ജീവിച്ചോളാം, എനിക്കൊരു മുറബ്ബിയായ ഷെയ്ഖിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ എമ്പാടും പഠിച്ച ആളല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഷെയ്ഖുകളുടെ ആ പരമ്പരയിൽ മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നുണ്ട്. മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖിൽപ്പെട്ട ആളാണ് മഹാനായ ഇമാം അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ പറയാണ്, മശായിഖന്മാരിൽ നിന്ന് ഇൽമും അമലും പഠിച്ചെടുക്കണം. ബൽ ഹുവ ആയാതും ബയ്യിനാതും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം.
സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, തെളിവ് പറയാൻ, ബൽ ഹുവ ആയാതും ബയ്യിനാത്ത്, അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്, ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട, വെളിച്ചം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ. അതുമാത്രമല്ല, സൂറത്തുൽ ലുഖ്മാനിൽ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ, എന്നെ കാണാൻ കൊതിയുള്ള, എന്റെ റസൂലിനെ കാണാൻ കൊതിയുള്ള, എന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. വത്തബിഅ, പിൻപറ്റണം, സബീല മൻ അനാബ ഇലയ്യ, എന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നവർ, എന്നിലേക്ക് വഴി നടത്തിയവർ, അവരുടെ കൈപിടിക്കണം എന്ന് ശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുവല്ലോ. ഇത് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥമല്ല. ആരെ? ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അവര് ഫഖീഹാൻ, ഫിഖഹിന്റെ അലിമാൻ, ശരീഅത്തിന്റെ അലിമാൻ, തസവുഫിന്റെ അലിമുമാൻ. എന്നിട്ട് പറയുന്നു, ഫലസിംതുൽ മശീഖ, ഞാൻ അതുകൊണ്ടാണ് മശായിഖന്മാരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. സിയമാ വസ്വഹാബത്തു അഖദൂ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അവർ ഖുർആൻ ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഒറ്റക്ക് ഖുർആൻ എടുത്ത് പഠിച്ചവരല്ലോ. അഖദൂ അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ പഠിച്ചെടുത്തത്. അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ ഇൽമ പഠിച്ചത്. നബിതങ്ങളാണെങ്കിലോ വഖദ് അഖദഹു അൻ ജിബ്രീൽ, നബിതങ്ങളുടെ ശൈഖാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലമഹു ശദീദുൽ ഖുവാ, നബിതങ്ങൾക്കൊരു മുഅല്ലിമുണ്ട്, അത് ജിബ്രീൽ അലൈഹിസ്സലാം. സ്വഹാബത്തിന്റെ മുഅല്ലിമും മുറബ്ബിയുമാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കണമെങ്കിൽ മശായിഖന്മാരുടെ മാർഗം അറിയണം, പിടിക്കണം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ രണ്ട് ആയത്തുകളിലൂടെയാണെന്ന് മഹാനായ ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇനിയിപ്പോ വേറൊരു തെളിവൊന്നും വേണ്ട. അഹ്മദ് സറൂഖ്, ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണെന്ന് അവരുടെ തർജുമ, അവരുടെ ബയോഗ്രഫി ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. വെറുതെ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയാണ് എന്ത് ചെയ്യരുത്, ആളുകൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായത്. ഒരുപാട് ആളുകൾ മശായിഖന്മാരുടെ കൈപിടിച്ചു. മഹാനായ ഇബ്നു സീരീൻ തങ്ങളെ പോലെ, മഹാനായ ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ പോലെ, മഹാനായ അഅറജ് എന്നവര്, ഇവരെല്ലാം ഈ വിഷയം മനസ്സിലാക്കിയെടുത്തത് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അവരുടെ ശൈഖ് ഒരു സ്വഹാബിയാണ്. ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്നവര്, മഹാനായ അല്ലാമ ഇബ്നു സീരീൻ, മുഹമ്മദ് ഇബ്നു സീരീൻ എന്നവര്, അല്ലാമത്തുൽ അഅറജ് റളിയല്ലാഹു അൻഹു, അവര് മുറബ്ബിയായ ശൈഖുമാരായിരുന്നു. അവരാരെന്നാ പഠിച്ചെടുത്തത്? മിൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളിൽ നിന്നാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമാമുന ത്വാവൂസ് എന്നവരെ, ഇമാമുന വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു, ഇമാമുന മുജാഹിദ് എന്നവരെ, ഇവരെല്ലാം പഠിച്ചെടുത്തത് ഇബ്നു അബ്ബാസ്, അവരുടെ ശൈഖാനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ സ്വഹാബിമാരിൽ നിന്നാണ് താബിഈങ്ങൾ പ്രത്യേകമായ അവസ്ഥയിൽ അത് പഠിച്ചെടുത്തത്. അവർ ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് ഈ തസൗഫിന്റെ സിൽസില കടന്നു പോകുന്നത്. ബൈഅത്തിലൂടെയാണ്. ഇന്നും അങ്ങനെയാണ്, മുമ്പും അങ്ങനെയാണ്. ഹബീബായ നബിതങ്ങളുടെ സംബന്ധിച്ച് നബിതങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ധരിക്കുന്ന ഹദീസുൻ അൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മുഅ്മിനീങ്ങളായ ആളുകളോട്, ബായിഊനി, എനിക്ക് ബൈഅത്ത് ചെയ്യണേ, അലാ അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂവെന്നും, വലാ തസ്രിഖൂ, മോഷണം നടത്തുകയില്ലെന്നും, വലാ തസ്നു, വ്യഭിചാരം ചെയ്യുകയില്ലെന്നും, വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ കൊച്ചുമക്കളെ നിങ്ങൾ കൊന്നുകളയില്ലെന്നും, വലാ തഅതൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന ഐദീകും വഅർജുലകും, പച്ച നുണകളും കള്ളക്കഥകളും നിങ്ങൾ ഉണ്ടാക്കരുത് എന്നും, വലാ തഅസൂ ഫീ മഅറൂഫിൻ, ഒരു നന്മയും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ആ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം, എന്റെ കൈപിടിക്കണം. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ വഫാ മിൻകും ഫഅജ്റുഹു അലല്ലാഹ്, ആ ബൈഅത്ത് പ്രകാരം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്ക് കൂലി അല്ലാഹു നൽകും. വമൻ അസ്വാബ മിൻ ദാലിക ശൈഅൻ ഫഊഖിബ ഫിദ്ദുനിയ ഫഹുവ കഫാറത്തുൻ ലഹ്, ഒരു ശൈഖിനെ കൈപിടിച്ചതിന്റെ ശേഷം നിങ്ങൾ അല്ലാഹുവുമായുള്ള ഉടമ്പടിയും കരാറും പുതുക്കുമ്പോ ആ വിഷയത്തിൽ റബ്ബിനെ മുൻനിർത്തി ബൈഅത്ത് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ വീഴ്ച വരുത്തിയാൽ ഫഊഖിബ ഫിദ്ദുനിയ, ആ വിഷയത്തിൽ അല്ലാഹു ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്താൽ ഫഹുവ കഫാറത്തുൻ ലഹ്, അത് അവന്റെ പ്രായശ്ചിത്തമാണ്, പിന്നെ അല്ലാഹു ആഖിറത്ത് ശിക്ഷിക്കൂല. വമൻ അസ്വാബ മിൻ ദാലിക ശൈഅൻ സുമ്മ സതറഹു അല്ലാഹ്, നിങ്ങൾ ബൈഅത്ത് ചെയ്തതിന്റെ ശേഷം അതിന് വിരുദ്ധമായി ചെയ്യുകയും അല്ലാഹു നിങ്ങളെ ഇവിടെ വെച്ച് ശിക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ, അല്ലാഹു അത് മറച്ചു വെച്ചാൽ,
ഫഹുവ ഇലല്ലാഹ്, അവന്റെ വിഷയം അല്ലാഹുവിലേക്കാണ്. ഇൻഷാ അഫഅൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാപ്പ് കൊടുത്തേക്കും. ഇൻഷാ അഅഖബ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു അവരെ ശിക്ഷിച്ചേക്കും എന്ന് നബി തങ്ങൾ പറയുകയും ഫബായഅനാഹു അലാ ദാലിക്, ഹബീബായ നബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണത്. കിതാബുൽ ഈമാനിൽ ഇമാം മുസ്ലിം തങ്ങളും തിർമിദി തങ്ങളും നസായി തങ്ങളും എല്ലാം ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ബൈഅത്ത് കൊടുക്കും, ഒരാൾക്ക് കൊടുക്കും ബൈഅത്ത്, ഒരു ജമാഅത്തിന് ഒരുപാട് ഒരുമിച്ച് ബൈഅത്ത് കൊടുത്തിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മശായിഖന്മാർ അങ്ങനെയാണ്, 10 ആള് വന്നു, 100 ആള് വന്നു, 1000 ആളുകൾക്ക് ഒരുമിച്ചൊക്കെ ബൈഅത്ത് കൊടുക്കാൻ പറ്റും. നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന അഹ്മദ് എന്നവർ ഹദീസ് പണ്ഡിതന്മാർ, ഇമാമുന ത്വബറാനി തങ്ങൾ, ഇമാമുൽ ബസ്സാർ എന്നവർ വരിജാലുഹു മൗസൂഖൂൻ, മജ്മഉസ് സവായിദിൽ ഈ ഹദീസിന്റെ സനദിൽ വന്ന ആളുകളെല്ലാം യോഗ്യന്മാരായ ആളുകളാണ്. ഇത് ദഈഫായ ഹദീസല്ല. അതിനാണ് നമ്മൾ ആദ്യം പറയുന്നത്. റിജാലുഹു മൗസൂഖൂൻ, ആധികാരികമായ സനദുള്ള ഒരു ഹദീസിൽ തന്നെ ഹദീസ് പണ്ഡിതന്മാരിൽ 3 പേർ, ഇമാമുന അഹ്മദ് എന്നവര്, ഇമാമുന ത്വബറാനി എന്നവർ, ഇമാമുന ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിം, ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അൻ യഅല ബിൻ ശദ്ദാദ് ഖാല ഹദ്ദസനി അബി ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, എന്റെ ഉപ്പ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും എനിക്ക് പറഞ്ഞു തരുന്നു. ഉബാദത്ത് ബിൻ സ്വാമിത് ഹാദിറുൻ യുസദ്ദിഖുഹു, എന്റെ വാപ്പ പറഞ്ഞു തരുന്നു, ആ പറഞ്ഞു തരുന്ന സംഭവത്തിന് സാക്ഷിയാണ് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. ആ വിഷയം ശരിവെക്കുന്നു. എന്താ സംഭവം? കുന്നാ ഇൻദ റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് നിൽക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹൽ ഫീകും ഗരീബ്, നിങ്ങളിൽ വേദം നൽകപ്പെട്ട ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അല്ല ക്രിസ്ത്യാനിയോ ജൂതനോ ഉണ്ടോ എന്ന് ചോദിച്ചു. ലാ യാ റസൂലല്ലാഹ്, നമുക്ക് മുസ്ലിമീങ്ങളാ നബിയെ, ഇവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നുമില്ല. ഫഅമറ ബിഗൽഖിൽ ബാബ്, നബി തങ്ങൾ വാതിലടക്കാൻ പറഞ്ഞു. എന്നൊക്കെ ഉണ്ടാവില്ല, വാതിലടച്ചിട്ട് ദിക്റിലൂല്ലേ, വാതിലടക്കാൻ പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, എന്നിട്ട് മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇർഫഉ ഐദീകും, എല്ലാവരും കൈപൊക്കുക, വഖൂലു, എന്നിട്ട് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിധങ്ങൾ ചൊല്ലിത്തന്നു ഞങ്ങൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫറഫഅനാ ഐദീനാ വഖുൽനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ എല്ലാവരും ആ വാതിലടച്ച റൂമിൽ കൈപൊക്കുകയും ഞങ്ങൾ ഉറക്കെ പറയുകയും ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ثم قال رسول الله, ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് കൊടുക്കുന്ന ബൈഅത്താണിത്. ഓരോരുത്തരെയും കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ പറ്റാത്തൊരു സമയം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് കൈ ഉയർത്തിക്കോളൂ, കൈ ഉയർത്തിയിട്ട് ഞാൻ പറയുന്നത് ചൊല്ലിക്കോളൂ. ثم قال عليه الصلاة والسلام, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുമ്മ ഇന്നക ബഅസ്തനി ബിഹാദിഹിൽ കലിമ, അല്ലാഹുവേ ഈ വചനവുമായിട്ടാണല്ലോ നീ എന്നെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. വഅമർതനി ബിഹ, ഇത് നടപ്പാക്കാൻ നീ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തുവല്ലോ. വവഅഅതനി അലൈഹൽ ജന്ന, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നീ പറയുകയും ചെയ്തല്ലോ. വഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, അല്ലാഹുവേ നീ നിന്റെ വാക്ക് പാലിക്കുന്നവനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ കയ്യുയർത്തി നിൽക്കുകയാണ്, അലാ അബ്ശിറു, സന്തോഷിച്ചോളൂ, ഫഇന്നല്ലാഹ ഖദ് ഗഫറ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ദിക്ർ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് ദിക്ർ നബി തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന് സാക്ഷിയാണ് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. ഒരു കൂട്ടം ആളുകൾക്ക് നബി തങ്ങൾ കൊടുത്ത ഒരു ബൈഅത്ത് ആയിരുന്നു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊടുക്കുക, അമൽ കൊടുക്കുക എന്ന് പറയില്ലേ, ആ അമൽ കൊടുത്തതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.